എല്ലാവരും പറയാറുണ്ടല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്ററിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി ഡിഗ്രി എന്ന പ്രോഗ്രാം ജയിക്കാൻ പറ്റുമെന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്കാകെ 30+ ഡേയ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി 19 തീയതിയാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് വേണ്ട ബുക്കുകൾ. പലപ്പോഴും ബുക്കുകൾ വാങ്ങിക്കാത്ത കുട്ടികളടക്കം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബുക്കുകളൊക്കെ ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൈഡ് വാങ്ങിച്ച് ഒരാവർത്തി വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തേത്, പണ്ടൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതാതിരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതെ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തേത്, നിങ്ങളുടെ പരീക്ഷ ബാർകോഡ് സിസ്റ്റമാണ്. നമ്മൾ തന്നെ ബാർകോഡ് സിസ്റ്റത്തെ കുറിച്ചിട്ട് കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. കൂടാതെ നിങ്ങളുടെ സീനിയേഴ്സിനോട് അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങളോട് പറയാനുള്ളത്, പണ്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരീക്ഷയ്ക്ക് എന്ന പോലെ ചെയ്തിരുന്നു. പക്ഷേ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് +2 1200 1200 കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 95% കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ രീതികളും അതുപോലെ തന്നെ മാർക്കിടലൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അന്ന് കിട്ടിയ കൊട്ടക്കണക്കിന് മാർക്ക് ഡിഗ്രി പരീക്ഷയ്ക്ക് കിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ എടുത്തിരിക്കണം. നിങ്ങളുടെ പരീക്ഷ ഫെബ്രുവരി 19 തുടങ്ങില്ലേ എന്നൊരാൾ ചോദിക്കുമ്പോൾ, എനിക്കതിന് ബുക്കില്ല, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു മുടന്തം ന്യായങ്ങളൊന്നും ഇനി നിങ്ങൾ കൊണ്ടുവരരുത്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ്, സെമിനാർ, ഇൻ്റേണൽ പരീക്ഷകളുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷയ്ക്ക് മാത്രം പഠിക്കാൻ പറ്റും. ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സെം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ പരീക്ഷ വരുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെതാണ്. സോ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഫസ്റ്റ് സെമസ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനും അത് നിങ്ങളുടെ റിസൾട്ടിൽ പ്രതിഫലിക്കാനും സാധിക്കും. അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ മനോഭാവം. നല്ല മനോഭാവത്തിന് ഉടമകൾ ആയാൽ തന്നെ നിങ്ങളിൽ പലരും ഈ പരീക്ഷ ജയിക്കാവുന്നതാണ്. അത് നല്ല രീതിയിൽ ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.